മാമ്പഴപ്പുഴുവിൻ്റെ അറ്റാക്ക് നമ്മളുടെ മാവിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. അടുത്ത വർഷവും ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മാമ്പഴപ്പുഴുവുള്ള മാങ്ങ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നല്ലോണം സോപ്പ് കലക്കിയതിന് ശേഷം അതിൽ മുക്കി വെക്കുക. ഒരു 12 മണിക്കൂറായി മുക്കി വെച്ചതിന് ശേഷം വേണം ഈ മാങ്ങ നമ്മളുടെ കമ്പോസ്റ്റിലേക്ക് ഇടാൻ. അതുപോലെ തന്നെ മാമ്പഴപ്പുഴുള്ള മാങ്ങ പലപ്പോഴും നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയാണ് പതിവ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മാമ്പഴപ്പുഴുവിൻ്റെ പ്യൂപ്പൽ സ്റ്റേജ് മണ്ണിലായിരിക്കും. നെക്സ്റ്റ് സീസണിൽ അത് വീണ്ടും എമേർജ് ചെയ്ത് പുറത്തു വരും. ഇത് ഒഴിവാക്കാനായിട്ട് ബിവേറിയ, ഇതൊരു മിത്രക്കുമിളാണ്, 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലക്കിയതിന് ശേഷം തടം നന്നായിട്ട് കുതിർത്ത് കൊടുക്കുക. ഒരു 5 ലിറ്റർ വെള്ളത്തിൽ 100 ഗ്രാം എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ കുതിർത്ത് കഴിഞ്ഞാൽ മണ്ണിലുള്ള പ്യൂപ്പൽ സ്റ്റേജിനെയും ലാർവൽ സ്റ്റേജിനെയും നശിപ്പിക്കാൻ പറ്റും. ബിവേറിയ ലായനി കലക്കിയ ഒരു ബക്കറ്റിനകത്ത് മാമ്പഴപ്പുഴു അറ്റാക്ക് വന്ന മാങ്ങ ഇട്ട് വെക്കുന്നതും നല്ലൊരു മെത്തേഡാണ്. മാവ് പൂക്കുന്ന സമയത്തും ഈ ബിവേറിയ ലായനി തടത്തിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.